തങ്ങളെ സഹായിക്കുന്നവരെ തിരിച്ചും സഹായിക്കുക എന്നതാണ് സംഘടനയുടെ തെരഞ്ഞെടുപ്പ് നിലപാടായി കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ വിശദീകരിക്കാറുള്ളത്. മുസ്ലിം ലീഗിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കുമ്പോഴും ഏതാനും കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ എ പി വിഭാഗം പിന്തുണക്കാറുണ്ട്. ആര്യാടൻ ഷൗക്കത്ത്, CP മുഹമ്മദ് തുടങ്ങിയ കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ ഈ തെരഞ്ഞെടുപ്പിലും കാന്തപുരം വിഭാഗത്തിന്റെ വോട്ടുകൾ പ്രതീക്ഷിക്കുന്നവരാണ്. എന്നാൽ സ്ഥാനാർത്ഥികളോടുള്ള ബന്ധം പരിഗണിക്കാതെ ഈ തെരഞ്ഞെടുപ്പിൽ ഇടത് അനുകൂല രാഷ്ട്രീയ നിലപാടുമായി മുന്നോട്ടു പോകാനാണ് കാന്തപുരം വിഭാഗത്തിന്റെ തീരുമാനം. ഇടതിന് വോട്ട് ചെയ്യുക മാത്രമല്ല, LDFനെ അധികാരത്തിൽ കൊണ്ടുവരാൻ പരിശ്രമിക്കാനും സംഘടന രഹസ്യമായി തീരുമാനിച്ചിട്ടുണ്ട്. വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നതടക്കമുള്ള കാര്യങ്ങളിൽ എ പി വിഭാഗം പ്രവർത്തകർ സജീവമായി ഇടപെട്ടത് ഈ നിലപാടിന്റെ ഭാഗമാണ്. 140 മണ്ഡലങ്ങളിലും പ്രവർത്തകരെ വിളിച്ചുകൂട്ടി രാഷ്ട്രീയ നിലപാട് വിശദീകരിക്കുന്ന രഹസ്യയോഗങ്ങൾ പുരോഗമിക്കുകയാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ UDF അനുകൂല നിലപാട് സ്വീകരിച്ചിട്ടും ഉമ്മൻചാണ്ടി സർക്കാർ വഞ്ചിച്ചുവെന്നാണ് യോഗങ്ങളിൽ നേതാക്കൾ വിശദീകരിക്കുന്നത്. മുസ്ലിം ലീഗ് നേതൃത്വം കടുത്ത വാഗ്ദാന ലംഘനം നടത്തിയതായും യോഗങ്ങളിൽ പറയുന്നുണ്ട്. ഈ പശ്ചാത്തലത്തിൽ കൂടിയാണ് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി മർക്കസിലെത്തി കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരെ കണ്ടത്. MK ഷുക്കൂർ, മീഡിയ 1, കോഴിക്കോട്.